മുറിയിൽ ചെവിയും കൂർപ്പിച്ച് നന്ദഗോപാൽ ഇങ്ങനെയിരിക്കും. കലോത്സവ വേദിയിൽ നിന്നും പാട്ട് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ താളം പിടിക്കും. പിന്നെ സങ്കടവും. വീട്ടുമുറ്റത്തെത്തിയിട്ടും കലോത്സവം കാണാൻ കഴിയാത്തതിന്റെ സങ്കടം. ശരീരം തളർത്തുന്ന അപൂർവ രോഗത്തിന് അടിപ്പെട്ട് കിടപ്പിലായ നന്ദു കലോത്സവ വേദിയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ നന്ദുവിന്റെ ആഗ്രഹം സാധിച്ചു. സ്കൂളിൽ നാടക നടനായി വേഷമിട്ട നന്ദു നാടക മത്സരവേദിയിലേക്ക് തന്നെ എത്തി. താരമായി മെല്ലെ നാടകം കളിച്ച ഓർമ്മകളും പങ്കുവെച്ചു. രണ്ട് നാടകം കണ്ടു മടങ്ങുമ്പോൾ നന്ദുവിന്റെ മുഖത്ത് സന്തോഷച്ചിരി. 57ാമത് സ്കൂൾ കലോത്സവം കണ്ണൂരിലെത്തിയപ്പോഴുള്ള ആഗ്രഹമായിരുന്നു നന്ദഗോപാലിന് നാടകം കാണണമെന്നുള്ളത്. ഈ ആഗ്രഹമാണ് ഞങ്ങൾ സഫലമാക്കിയിരിക്കുന്നത്. നന്ദഗോപാലിനും ക്യാമറമാൻ ലിമേഷിനൊപ്പം നാടകവേദിയിൽ നിന്നും VS ഹൈദർലി, ടീം റിപ്പോർട്ടർ.